നന്ദഗോവിന്ദം ഭജൻസും നവീനും പാടി പ്രസിദ്ധമാക്കിയ ഒരു ക്രിസ്തീയ പാട്ടുണ്ട്. കോട്ടയത്തെ നട്ടാശ്ശേരിയിലെ വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു ഭക്തി ഗാനമേളയിലാണ് അപ്രതീക്ഷിതമായി എന്ന് എല്ലാവർക്കും തോന്നത്തക്ക രീതിയിൽ നിവീനും സംഘവും ആ പാട്ട് പാടിയത്. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണത്തിനധിപൻ. ഈ പാട്ട് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. അത് എഴുതിയ സമയത്ത് പ്രശസ്തമായതുപോലെ തന്നെ ഇന്നും അത് പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നു. 1870-കളിൽ ഒരുപക്ഷെ വിശ്വാസ സമൂഹം നൃത്തം ചെയ്ത് പാടിയ പാട്ടുകളിൽ ഒന്നാണ് ഇത് എന്ന്, ആസ്വദിച്ച് പാടിയ കീർത്തനങ്ങളിലൊന്നാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് രക്ഷയ്ക്ക് വേണ്ടിയും സുരക്ഷയ്ക്ക് വേണ്ടിയും ഉള്ള ഒരു പ്രാർത്ഥനയാണ്. മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നുള്ള വിടുതൽ ദൈവത്തിൻ്റെ പക്കലാണെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വിദ്വാൻ കുട്ടിയച്ചൻ എഴുതിയ ഒരു പാട്ടാണിത്. 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം മുതൽ 29-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു പാട്ടാണിത്. ശ്രീരാഗം ആദിതാളം എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഈണത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്ന പാട്ട് തന്നെയാണ്. ഈ പാട്ട് ഈ കാലയളവിൽ പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ വരുന്നതിനു വേണ്ടിയുള്ള അടയാളങ്ങൾ വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ പാട്ട് ഇത്രയും പ്രചാരമേറിയതിൻ്റെ പുറകിലും ഒരു ദൈവിക കാരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1835 സെപ്റ്റംബർ മാസം 6-ാം തീയതി റാം അയ്യർ എന്നു പേരുള്ള വിദ്വാൻ കുട്ടി പാലക്കാട്ടെ ഒരു തമിഴ് ബ്രാഹ്മിൻ കുടുംബത്തിൽ പിറന്നു. മലയാളവും തമിഴും സംഗീതവും ഗണിതശാസ്ത്രവുമൊക്കെ വളരെയധികം അറിയാവുന്ന പ്രഗത്ഭനായ ഒരു ബാലൻ. തൻ്റെ മാതാവിൻ്റെ മരണം തൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായപ്പോഴാണ് അദ്ദേഹവും കുടുംബവും യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. തോമസ് കുഞ്ഞ് എന്നു പേരുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടുകൊണ്ടാണ് അദ്ദേഹവും കുടുംബവും ക്രിസ്ത്യാനികളാകുന്നതിനു വേണ്ടി തീരുമാനമെടുത്തത്. ഒരു പക്ഷേ പാലക്കൽ കോട്ടൂരാശാനോ തിരുവിതാംകൂർ മഹാരാജാവോ ആയിരിക്കാം അദ്ദേഹത്തിന് വിദ്വാൻ കുട്ടി എന്നുള്ള പേര് നൽകിയത്. അദ്ദേഹം അതുപോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച അദ്ദേഹവും തൻ്റെ കുടുംബവും യേശു കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉൾപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മാവേലിക്കരയിൽ മിഷണറിയായ ജോസഫ് ഫ്രീറ്റിൻ്റെ മിഷൻ ബംഗ്ലാവിൽ താമസം ആരംഭിച്ചു. കോട്ടയം സെമിനാരിയിൽ പഠിച്ച അദ്ദേഹം 1865 ഒരു CMS മിഷണറിയായി തീർന്നു. ഉണർവ് യോഗങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അനേകം പാട്ടുകൾ ഈ സമയത്ത് രചിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരുങ്ങുവാനും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും അത് പ്രസംഗിക്കുവാനും തുടങ്ങി. ഒരിക്കൽ അദ്ദേഹം കൊട്ടാരക്കരയിൽ കൂടാരപ്പള്ളിയിൽ തൊമ്മൻ പ്രവാചകൻ്റെ ഭവനത്തിൽ ചെന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം സമീപിച്ചിരിക്കുന്നു എന്നുള്ള പ്രവചനം തൊമ്മൻ പ്രവാചകൻ പറഞ്ഞു. ആ പ്രവചനം ലഭ്യമായത് മെയ് മാസം 30-ാം തീയതി 1875-ലായിരുന്നു. ആ തീയതി കഴിഞ്ഞുള്ള 6 വർഷം കഴിഞ്ഞ്, അതായത് 1881 ഒക്ടോബർ മാസം 2-ാം തീയതി യേശു ക്രിസ്തു വരുമെന്നുള്ള തീയതിയും പ്രസിദ്ധപ്പെടുത്തി. തീവ്രമായ ക്രിസ്തു ഭക്തനായിരുന്ന വിദ്വാൻ കുട്ടിയച്ചൻ്റെ ചില കണക്കുകൂട്ടലുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ തീയതി നിശ്ചയിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള ചില കണക്കുകൾ പിഴയ്ക്കുവാൻ തുടങ്ങിയത് അന്നു മുതലായിരുന്നു. തൊമ്മൻ പ്രവാചകൻ്റെ ഭവനത്തിൽ ചെന്ന അദ്ദേഹം തൊമ്മൻ പ്രവാചകനെ കണ്ണുമടച്ച് വിശ്വസിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അത്രയ്ക്കും കർത്താവിനെയും കർത്താവിൻ്റെ വരവിനെയും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയും പാട്ടുകൾ പാടുകയും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു നിഷ്കളങ്കനായ ദൈവഭക്തനായിരുന്നു വിദ്വാൻ കുട്ടിയച്ചൻ. കന്നേറ്റി റിവൈവൽ ചർച്ച് എന്നുള്ള ഒരു സഭയും സ്ഥാപിതമായി. എന്നാൽ നിർഭാഗ്യവശാൽ 1881 ഒക്ടോബർ മാസം 2-ാം തീയതി കർത്താവ് വന്നില്ല. കർത്താവായ യേശു ക്രിസ്തു വന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെയധികം വേദനയുള്ള ഒരു വ്യക്തിയായി തീർന്നു. ഒരിക്കലും താൻ പ്രതീക്ഷിച്ചില്ല ഈ പ്രവചനം പാളിപ്പോകുമെന്നും താൻ ഒരിക്കൽ പാളിപ്പോയ പ്രവാചകന്മാരിൽ ഒരാളായി തീരുമെന്നും അദ്ദേഹം ഒരിക്കലും തൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചതുപോലുമല്ല. നിഷ്കളങ്കമായ തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം കർത്താവിനെ ആഴമായി സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തെ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയ അദ്ദേഹം അറിയാതെ, അദ്ദേഹം പോലും ചിന്തിക്കാതെ ആ ഒരു കുഴിയിൽ വീഴുകയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിലർ ഒരുമിച്ച് കൂടി വീഴ്ത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ആ സമയങ്ങളിലൊന്നിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം എഴുതിയ അനേകം പാട്ടുകളുണ്ട്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഒരു പാട്ട് ഇപ്പോഴും വളരെയധികം ശക്തിയോടുകൂടെ എല്ലാവരും പാടുന്ന പാട്ടാണ്. കാന്താ താമസമെന്തഹോ എന്നുള്ള പാട്ട് എത്ര മാധുര്യമേറിയ പാട്ടാണ്. ആ കാലങ്ങളിൽ വളരെയധികം ഓളമുണ്ടാക്കിയ ഒരു പാട്ട് തന്നെയായിരുന്നു ഈ പരദേവനഹോ നമുക്ക് എന്നുള്ള പാട്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രവചനം പാളിപ്പോയി എന്നുള്ളതിൻ്റെ കാരണത്താൽ പലരും അദ്ദേഹത്തെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിലും നമ്മളവിടെ അദ്ദേഹത്തിൽ കാണേണ്ടത് വളരെയധികം നിഷ്കളങ്കതയോടുകൂടെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്ന് തൻ്റെ ഹൃദയം പൊട്ടിപ്പോയ ഒരു ദൈവഭക്തനെ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിമർശിക്കുവാൻ എളുപ്പമാണ്.
ഒരാളെ മാറ്റി നിർത്തുവാൻ എളുപ്പമാണ്. എന്നാൽ അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റേതല്ലാത്ത ചില കാരണങ്ങളും സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 1888 കൊല്ലം കരുനാഗപ്പള്ളിയിലെ കന്യേറ്റിയിൽ തൻ്റെ 52ാമത്തെ വയസ്സിൽ താൻ ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പരദേവനഹോ എന്നുള്ള പാട്ട് വളരെയധികം വൈറലായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാട്ട് ഒരിക്കൽ വളരെയധികം കോളിളക്കമുണ്ടാക്കിയ പാട്ടാണ്. ഒരു സമൂഹം മുഴുവനും ഏറ്റെടുത്ത് പാടിയ ഒരു പാട്ട് തന്നെയാണ്. ഇതിനുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 68ാം സങ്കീർത്തനത്തിലെ പാട്ടാണ്. ഇത് വിജയത്തിൻ്റെ പാട്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട ഒരു പാട്ടാണ്. യേശു ക്രിസ്തു തൻ്റെ 1000 ആണ്ട് എന്നുള്ള ഈ ഭൂമിയിലെ തൻ്റെ വാഴ്ചയുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ആ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങളെ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിനെ പ്രാവചനികമായി മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തനം 68 രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനമാണ് പാട്ടിലൂടെ വിദ്വാൻ കുട്ടി അച്ഛൻ എന്നുള്ള ആ ഒരു ദൈവഭൃത്യൻ്റെ തൂലികയിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ സങ്കീർത്തനം 68 കൂടുതൽ ലളിതമായി മനസ്സിലാക്കുന്നത്. അത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖിലം, ശക്തി നിൻ കരത്തിലുണ്ടനിശം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ദൈവമാണ് നമ്മുടെ പരദേവൻ, പരിത്രാണത്തിനധിപൻ, അതായത് രക്ഷയുടെ അധിപനായ ദൈവമാണ് ഈ വലിയവനായ ദൈവം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഈ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തനം 68ൻ്റെ 19ഉം 20ഉം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. എത്ര മനോഹരമാണ് ആദ്യത്തെ ഈ 4 വരികൾ. വീണ്ടും അദ്ദേഹം പാടുകയാണ്: നാഥനതെ തന്നരികളിൽ വൻ തലയെ തകർക്കും, പിഴച്ചു നടക്കുന്നവൻ്റെ മുടികൾ മൂടിയ നിറുകയെ തന്നെ മുടിക്കും, ആദിനാഥൻ ഉര ചെയ്താൻ അനുശം. വളരെയധികം ആഴത്തിൽ അർത്ഥമുള്ള ഒരു ചരണമാണത്. അതിൻ്റെ അർത്ഥവും സങ്കീർത്തനത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ലളിതമായി മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത്. അവിടെ തൻ്റെ ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്? അതെ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്തുകളയും. രോമമുള്ള നെറുകയെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശത്രുക്കളെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭീകരന്മാരായിട്ടുള്ള ശത്രുക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മുടി നീട്ടി വളർത്തുമായിരുന്നു. അവരുടെ മുഖം കറുപ്പിച്ച് ശത്രുക്കളെ ഭീതിപ്പെടുത്തുന്നതിനു വേണ്ടി രോമമുള്ള നെറുകയുമായി അവർ നടക്കുമായിരുന്നു, പ്രത്യക്ഷപ്പെടുമായിരുന്നു. അങ്ങനെയുള്ളവരെ ഓർത്താണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ രോമമുള്ളവൻ്റെ നെറുകയെ തകർക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിലെ ഈ പ്രവചനം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തല തകർക്കും എന്നുള്ള ആ ഒരു പ്രവചനം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ശത്രുവായിരുന്ന, മാനവജാതിയുടെ ശത്രുവായിരുന്ന, നമ്മളുടെ ഓരോരുത്തരുടെയും ശത്രുവായിരുന്ന പിശാചിൻ്റെ തലയെ തകർത്ത ചരിത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: നിൻകാൽ ചോരയിൽ ചവിട്ടുവാൻ, നിന്നരികളിൽ നിന്ന് നിൻ നായ്ക്കളുടെ നാവിനാസ്വദിപ്പാനും, ഭാഷാൻ ദേശം അതിൽ നിന്നു ഞാൻ തിരിപ്പിച്ചാഴി ആഴത്ത് നിന്നരികളെ വരുത്തും ഈ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായി വീണ്ടും അദ്ദേഹം പാടി എഴുതുകയാണ്. സങ്കീർത്തനത്തിലാണ് കൂടുതൽ ലളിതമായി അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. സങ്കീർത്തന പുസ്തകം 68 അതിൻ്റെ 22ഉം 23ഉം വാക്യങ്ങൾ: നീ നിൻ്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിൻ്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അവരെ മടക്കി വരുത്തും. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മക്കളെ, വാഗ്ദത്തമുള്ള ജനത്തെ പിടിച്ചുകൊണ്ടുപോയി അങ്ങ് ദൂരെ പാർപ്പിച്ചിരിക്കുന്ന ബാശാൻ ദേശത്ത്, ഇസ്രയേലിനൊക്കെ അങ്ങ് ദൂരെ കൊണ്ടുവന്ന് ഓഗ് രാജാവിൻ്റെയൊക്കെ ദേശത്ത് പാർപ്പിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ വാഗ്ദത്ത ജനത്തെ തിരികെ കൊണ്ടുവരും എന്നുള്ള വാഗ്ദത്തമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ ആ ജനങ്ങളെ കൊണ്ടുവരും എന്നുള്ളത് മാത്രമല്ല, എന്നാൽ ആ ശത്രുവിനെയും കൂടെ കൊണ്ടുവരും എന്നും അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവർ മാനസാന്തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും എന്നുള്ളതാണ് ഈ ഒരു വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ചരണം ഇങ്ങനെയാണ് പോകുന്നത്: കണ്ടു നിൻ സഞ്ചാരമിവർ, എൻ പരനാമരജൻ, വിശുദ്ധ സ്ഥലത്ത് നടക്കുന്നതിനെ മുന്നിൽ പാടുന്നവർ, പിന്നിൽ മീട്ടുന്നവർ, ചേർന്ന് തപ്പടിക്കും കന്നിമാർ നടുവിൽ. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് രാജാവ് താൻ നിയമപ്പെട്ടകവുമായി അതിനെ വീണ്ടെടുത്തുകൊണ്ട് ദൈവമക്കളുടെ ഇസ്രായേൽ സഭയുടെ അടുത്തേക്ക് വരുന്ന ഒരു ചിത്രമാണ്. എന്നാൽ അത് പരിപൂർണമായും ദൈവത്തിന് പരിപൂർണമായിട്ടുള്ള ബഹുമാനം നൽകിക്കൊണ്ട് അതിനെ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിദ്വാൻ കുട്ടിയച്ഛൻ എഴുതിയിട്ടിരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 68ൻ്റെ 24ഉം 25ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമേ,
അവർ നിൻ്റെ എഴുന്നള്ളത്ത് കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൂട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇത് അവിടെ മനോഹരമായി കാവ്യഭാഷയിൽ എഴുതിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ 4ഉം 5ഉം ചരണങ്ങൾ 26, 27 വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ആ ചരണങ്ങൾ പോകുന്നത്? ഇസ്രയേലിനുറവിലുള്ള നിങ്ങൾ അനുഗ്രഹിപ്പീൻ സകല ജഗത്തിൻ പതിയെ സഭയിൽ, ശത്രുമേൽ അധികാരിയാം ചെറിയ ബെന്യാമീൻ അവിടം തന്നിലുണ്ടനിശം. അങ്ങവരെ കരേറ്റുന്ന യൂതജന പ്രഭുക്കൾ, ഏകി നിൻ്റെ ബലമേകി നാഥനടിയാർക്ക് ചെയ്തുറപ്പിക്ക നീ സതതം. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, യാക്കോബിൻ്റെ സന്തതികളിൽ ഏറ്റവും ചെറിയവനായ ബെന്യാമീൻ ഗോത്രം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലൊക്കെ പരിപൂർണമായും അസ്തമിച്ചു പോയ ഗോത്രങ്ങളൊന്നായിരുന്നു ബെന്യാമീൻ ഗോത്രം എന്ന് പറയുന്നത്. എന്നാൽ ബെന്യാമീൻ ഗോത്രത്തെ ഉയർത്തിയ വിധമാണ് നമ്മളിവിടെ കാണുന്നത്. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നും ശൗലിനെ ഉയർത്തി, അങ്ങനെ ബെന്യാമീൻ ഗോത്രത്തിന് ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവിനെ നൽകുവാൻ ബെന്യാമീൻ ഗോത്രത്തെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളൊരു ഉള്ളടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. വാക്യം എങ്ങനെയാണ് പോകുന്നത്? 26ഉം 27ഉം വാക്യങ്ങൾ. ഇസ്രയേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബലൂൺ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. ഇതിൻ്റെ അവസാനത്തെ 6ാമത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ് പോകുന്നത്. ശ്രീ യെരുശലേമിലുള്ള നിൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്ന് തിരുമുൽക്കാഴ്ച കൊണ്ടുവരും. യേശുവിന് ജയം, യേശുവിന് ജയം, യേശുവിന് ജയം. ഏറ്റവും അവസാനം അദ്ദേഹം ഈ ഒരു സങ്കീർത്തനത്തെ യേശു കർത്താവിൻ്റെ വിജയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഈ ഇസ്രയേലിയ വാഗ്ദത്തങ്ങളെല്ലാം, യഹൂദ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റുന്ന ആ രാജാതിരാജാവും മശിഹയും കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വിദ്വാൻ കുട്ടിയച്ചൻ വളരെ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം എഴുതിയിടുകയാണ്. ആ വാക്യം എങ്ങനെയാണ് പറയുന്നത്? യെരുശലേമിലുള്ള നിൻ്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. എന്നിട്ട് വിദ്വാൻ കുട്ടിയച്ചൻ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അവസാനം അദ്ദേഹം ഈ പാട്ട് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, യേശുവിന് ജയം, യേശുവിന് ജയം, യേശുവിന് ജയം. മനോഹരമായിട്ടുള്ള ഈ പാട്ട് ആരംഭിക്കുന്നത് നമ്മുടെ രക്ഷയാകുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അവിടുന്ന് യാത്ര തുടങ്ങി ഇസ്രയേൽ ഗോത്രത്തിലൂടെയൊക്കെയും ഇസ്രയേലിനെ ഉയർത്തിയതും ഇസ്രയേലിനെ ഒരുമിച്ച് കൂട്ടുന്ന വാഗ്ദത്തങ്ങളിലൂടെ കടന്ന് ഏറ്റവും അവസാനം തൻ്റെ മക്കളുടെ പ്രത്യാശയും പ്രതീക്ഷയുമായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെ കൊട്ടിഘോഷിക്കുന്ന, വിളംബരം ചെയ്യുന്ന, പ്രഘോഷിക്കുന്ന യേശുവിന് ജയം ജയം എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന് മഹത്വം നൽകുന്ന ഈ മനോഹരമായിട്ടുള്ള പാട്ട് തീർച്ചയായിട്ടും അന്ത്യകാലങ്ങളിൽ വന്നു തിരിക്കുന്ന നാം കേൾക്കേണ്ട ഒരു പാട്ട് തന്നെയായിരുന്നു. ഈ പാട്ട് ഇന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലൂടെ തരംഗമായി നാനാവിധ മതങ്ങളിൽ ഇത് പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ വരുവാൻ സമയമായി എന്നുള്ളത് തന്നെയാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്ന കാര്യം, യേശു ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ വരും എന്നുള്ളത് തന്നെയാണ്. ഈ സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് വേണ്ടി, അത് നിറവേറുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഈ ഭൂമിയിൽ നടന്നതിന് ശേഷമുള്ള 1000 ആണ്ട് എന്ന് പറയുന്ന ആ രാജവാഴ്ചയുടെ സമയത്താണ്. അന്ന് ഈ ഭൂമിയിൽ രാജാവായി വാഴുന്നത് യേശു ക്രിസ്തു തന്നെയായിരിക്കും. എല്ലാ മുട്ടും യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വണങ്ങുക തന്നെ ചെയ്യും. എല്ലാ നാവും ഏറ്റുപറയുക തന്നെ ചെയ്യും യേശു ക്രിസ്തു കർത്താവെന്ന്. ഈ ഭൂമിയിൽ ഇനി നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ സ്ഥാപനത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്, ഇസ്രയേൽ ഒരുങ്ങുകയാണ്, യെരുശലേം ഒരുങ്ങുകയാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇസ്രയേലും യെരുശലേമും ചെല്ലുകയല്ല ചെയ്യുന്നത്. എന്നാൽ എല്ലാ സ്ഥലങ്ങളും, എല്ലാ രാജാക്കന്മാരും, എല്ലാ ഗോത്രങ്ങളും, ഭാഷകളും, വംശങ്ങളും യെരുശലേമിലേക്കും ഇസ്രയേലിലേക്കും വരും എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. അതെ, യെരുശലേമിലേക്ക് സകലരും വരുവാനായി പോവുകയാണ്. യെരുശലേമിൽ ഒരു സിംഹാസനം കാണും. ആ സിംഹാസനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനമായിരിക്കും. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തു രാജാവായും കർത്താവായും ഈ ഭൂമിയിൽ തൻ്റെ നിത്യഭരണം ചെയ്യും. അതെ, ആ വിജയമായിരിക്കും ഇനിയും പ്രഘോഷിക്കപ്പെടുവാൻ പോകുന്ന വിജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഭരണത്തിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവസരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഇത് പാടിയവർക്കും പാട്ട് കേട്ടവർക്കും ഇതിനെ വൈറലാക്കിയവർക്കും ഇതിനെ വിമർശിക്കുന്നവർക്കും ഇതിനെ അംഗീകരിക്കുന്നവർക്കും ഒരുപോലെ ചേർന്ന് ആ ദൈവരാജ്യത്തിൽ അംഗത്വം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു അവസരം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഈ ഭരണം ദാവീദ് രാജാവിനോ യഹൂദന്മാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ളവർക്കോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുവാനുള്ള ഏതെങ്കിലും ഒരു വലിയ സംഭവം നമുക്കതിനകത്ത് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്തൊരു സംഭവമായി നിങ്ങൾ ദയവായി കാണരുത്. ഇതിനകത്ത് നിങ്ങൾക്കും ഒരു ഭാഗമുണ്ട്. ഇത് നമുക്ക് വേണ്ടിയുള്ള ഭരണമാണ്. മനുഷ്യനായി ഈ ഭൂമിയിൽ പറന്ന സകലർക്കും വേണ്ടിയുള്ള ഒരു ഭരണമാണ്. യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായി പോകുന്നു. ആ രാജ്യസ്ഥാപനം ഈ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് അതിനുള്ളിൽ നമുക്കും ഒരു ഭാഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതിനുള്ളിൽ നാമും ആയിത്തീരണമെന്നുണ്ടെങ്കിൽ, നാം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തെറ്റായ വഴികളിൽ നിന്നും മാറി യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ പാപ വഴികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ നിത്യജീവൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാനും സാധ്യമായി തീരുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം നാം ചെയ്യണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നിത്യജീവൻ നൽകുവാൻ, സ്വർഗത്തിലേക്കുള്ള മാർഗം നൽകുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുറ്റമില്ലാത്ത യേശു ക്രിസ്തു, പാപമില്ലാത്ത യേശു ക്രിസ്തു ക്രൂശിൽ 3 ആണികളിൽ തൂങ്ങി 3-ാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റായി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നാൽ, യേശുവേ എൻ്റെ ഉള്ളിൽ രാജാവും കർത്താവുമായി വരണമേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് കൈമാറുകയാണ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ യേശു കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തിയാൽ ഈ രാജ്യത്തിൽ നിങ്ങൾക്കും പ്രവേശനം സാധിക്കുകയായി. അങ്ങനെ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടികളായി തീരും. പാപത്തിനും മരണത്തിനും നിങ്ങളുടെ മേലുള്ള അവകാശവും അവകാശത്തിൻ്റെ ചങ്ങലകളും മുറിച്ചെറിയപ്പെടും. നിങ്ങൾക്ക് പരിപൂർണമായും കർത്താവിൻ്റെ മക്കളായി തീരുക തന്നെ ചെയ്യും. അതെ, ഈ പാട്ട് നാം ഈ കാലഘട്ടത്തിൽ കേൾക്കേണ്ട പാട്ട് തന്നെയായിരുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും കേൾക്കുകയും പാടുകയും മാത്രമല്ല, കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുവാനുള്ള ആഹ്വാനങ്ങളിലൊന്നായി ഈ പാട്ടിനെ നാം കാണുകയും പരിപൂർണമായും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.